അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് റവയും ക്യാരറ്റും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല പഞ്ഞ് പോലെയുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സ് നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുത്താലോ. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. മാത്രമല്ല നമ്മളിതിൽ മുട്ട ചേർക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയും 1/2 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല തരികളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല പോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത്. അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇത്തിരി നെയ്യൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമ്മളെ കേക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കുമേ. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതാ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് അധികം ലൂസും അല്ല തിക്കും അല്ലാത്ത രീതിയിലാണ് ഉള്ളത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടാതെ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ ആ ഒരു മാവോട് ചേർന്നത് വരെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മാത്രമല്ല നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത ഓയിലില്ലേ അത് ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും. അപ്പോൾ അതും കൂടി നമ്മുടെ ഈ ഒരു മാവോട് ചേർന്ന് യോജിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇവിടെ ഏലക്കാപ്പൊടി ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിനീഗർ ഒഴിച്ചാൽ വേഗം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ വിനീഗർ ഒഴിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മളെ കേക്കിന് നല്ലൊരു ഹൈറ്റും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലൊന്നല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെമ്പിലാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 40-45 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് സമയം എടുക്കും. ഇപ്പോൾ ഈ ഒരു ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേക്ക് ബേക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് 15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റിക്കിന് ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി എന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഡീമോൾഡ് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്യാരറ്റും റവയും വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പടിക്കൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു സംഭവം നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു
സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ അധികം പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ റവയും നമ്മുടെ ക്യാരറ്റും പിന്നെ നല്ല പശുവും പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയൊരു നല്ല അടിപൊളി ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവർ ഇതുണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ.